നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2023 മുഴുവൻ അവാർഡുകളും ചേർത്തിട്ടാണ്. ഓക്കെ, അപ്പൊ 2023 എല്ലാ അവാർഡുകളും നമ്മൾ പഠിക്കാൻ പോവാണ്. 2023 ജനുവരിയിൽ എന്തൊക്കെയാണ്? ഓടക്കുഴൽ അവാർഡ് കൊടുത്തിരുന്നു. ആ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയത്? അംബികാസുധൻ മങ്ങാടിനാണ് കിട്ടിയത്. ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാട് അമ്പ് കൊണ്ട് എന്താണ് ഓടക്കുഴൽ ഉണ്ടാക്കിയെന്ന് കണക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് കണക്ട് ആയിക്കോളും. ഓക്കെ, അടുത്ത നിയമസഭ ലൈബ്രറി പുരസ്കാരം. നിയമസഭ ലൈബ്രറി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ടി പത്മനാഭനാണ് കിട്ടിയത്. ആർക്കാണ്? ടി പത്മനാഭനാണ് കിട്ടിയത്. ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുമ്പോൾ എന്താണ്, ഒരു ചായ ഒക്കെ കുടിക്കാൻ തോന്നും അല്ലേ, ഒരു ടീ ഒക്കെ കുടിക്കാൻ തോന്നും. അത് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. നിയമസഭ ലൈബ്രറി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ടി പത്മനാഭനാണ് കിട്ടിയത്. ഓക്കെ, അടുത്തത് ബഷീർ അവാർഡ്. ബഷീർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? എം മുകുന്ദനാണ്. എം മുകുന്ദൻ. ഓക്കെ, അപ്പം നമ്മുടെ ബഷീർ കുന്തിയാ നടന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ബഷീർ അവാർഡ് കിട്ടിയത്? എം മുകുന്ദനാണ്. ഓക്കെ, അടുത്തത് കനയ്യലാൽ സേത്തിയ പുരസ്കാരം. കനയ്യലാൽ സേത്തിയ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ആർക്കാണ്? കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ. പേരിൽ നിന്ന് കണക്ട് ചെയ്യാം. സച്ചിയിൽ നിന്ന് നമുക്ക് സഞ്ചി എടുക്കാം. സഞ്ചി എന്താണ്? നല്ല കനമുള്ള സഞ്ചിയാണെന്ന് വിചാരിക്കുക. കനയ്യലാൽ സേത്തിയ പുരസ്കാരം ആർക്കാണ്? കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത 2023 ജനുവരിയിലെ മറ്റൊരു അവാർഡാണ് അബ്ദുൾ കലാം അവാർഡ്. അബ്ദുൾ കലാം ആസാദ് അവാർഡ് ആർക്കാണ്? മുൻകിർ ഹുസൈൻ ആണ് കിട്ടിയത്. അബ്ദുൾ കലാം ആസാദ് ആർക്കാണ്? മുൻകിർ ഹുസൈൻ ആണ് കിട്ടിയത്. അടുത്തത് മഹാകവി പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം. മഹാകവി പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. തമ്പി വളരെ കുഞ്ഞാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ശ്രീകുമാരൻ തമ്പിക്കാണ് കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത ഫെബ്രുവരി 2023 ഫെബ്രുവരിയിലെ കാര്യമാണ് പറയുന്നത്. 2023 ഫെബ്രുവരിയിൽ ജപ്പാൻ സമാധാന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? വി രാജഗോപാലിനാണ്. ആർക്കാണ്? വി രാജഗോപാലിനാണ് ജപ്പാൻ സമാധാന പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ക്ലിയർ. അടുത്ത നമുക്ക് മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. മാർച്ചിൽ എന്താണ്? ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ആർക്കാണ്? ചെറുവയൽ രാമൻ. ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയടാ. ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ ആഹാരമല്ലേ? ആഹാരം എവിടെയാണ്? വയലിലല്ലേ ഉണ്ടാക്കുന്നത്? അങ്ങനെ കണക്ട് ചെയ്തൂടെ നമുക്ക്. അപ്പൊ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ആർക്കാണ്? ചെറുവയൽ രാമനാണ്. ചെറുവയൽ രാമൻ. അപ്പൊ വയലും ഭക്ഷ്യവും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താണ്? MKC അബു ഹാജി സ്മാരക അവാർഡ് ആർക്കാണ് കിട്ടിയത്? സൈനുൽ ആബിദീൻ സഫാരിക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഹാജി വെച്ച് കണക്ട് ചെയ്യുക, ഹജ്ജ് വെച്ച് കണക്ട് ചെയ്യുക, ഹജ്ജിന് സഫാരിക്ക് പോയെന്ന് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്കിത് കിട്ടും. ഓക്കെ, ക്ലിയർ. അടുത്ത എന്താണ്? തകഴി പുരസ്കാരം 2023 തകഴി പുരസ്കാരം മാർച്ചിൽ കൊടുത്തു. അത് ആർക്കാണ്? അതും എം മുകുന്ദനാണ് കിട്ടിയത്. തകഴി എം മുകുന്ദൻ. ഓക്കെ, തകഴി പുരസ്കാരം എം മുകുന്ദനാണ് കിട്ടിയത്. അടുത്ത എന്താണ്? കടമനിട്ട പുരസ്കാരം. കടമനിട്ട പുരസ്കാരം ആർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാരനാണ് കിട്ടിയത്. കടമനിട്ട പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാരൻ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് ഏപ്രിലാണ്. ഏപ്രിലിൽ എന്താണ് കൊടുത്തത്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കൊടുത്തിരുന്നു. അത് ആർക്കാണ് കിട്ടിയത്? സേതുവിനാണ് കിട്ടിയത്. മാതൃഭൂമി, മാതാവിന്റെ സേതു എന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ മാതൃഭൂമി പുരസ്കാരം സേതുവിനാണ് കിട്ടിയത്. അടുത്ത മെയ്യിൽ എന്താണ്? ONV സാഹിത്യ പുരസ്കാരം കൊടുത്തു. അത് C രാധാകൃഷ്ണനാണ് കിട്ടിയത്. അപ്പൊ എന്താണ്? ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? C രാധാകൃഷ്ണനാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ജൂണിലെയാണ്. ജൂണിലെ നവ മലയാളി സാംസ്കാരിക പുരസ്കാരം ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ് കിട്ടിയത്. നവ മലയാളി സാംസ്കാരിക പുരസ്കാരം ആർക്ക് കിട്ടി? അരുന്ധതി റോയ്ക്ക് കിട്ടി. അടുത്ത എന്താണ്? യൂറോപ്യൻ എസ്സേ പുരസ്കാരം ആർക്ക് കിട്ടി? അതും അരുന്ധതി റോയ്ക്കാണ് കിട്ടിയത്. അപ്പൊ ഏതൊക്കെയാണ്? നവ മലയാളി സാംസ്കാരിക പുരസ്കാരവും യൂറോപ്യൻ എസ്സേ പുരസ്കാരവും ആർക്ക് കിട്ടി? അരുന്ധതി റോയ്ക്ക് കിട്ടി. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ജൂലൈ മാസത്തില് ആർക്കൊക്കെ അവാർഡ് കിട്ടി? അബ്ദുൾ കലാം അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയത്? സാദിഖ് അലി തങ്ങൾക്കും ഡോക്ടർ വി നാരായണനുമാണ് കിട്ടിയത്. അപ്പം അബ്ദുൾ കലാം അവാർഡ് ആർക്കൊക്കെ കിട്ടി? സാദിഖ് അലി തങ്ങള്, ഡോക്ടർ വി നാരായണൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണ്? മമ്മൂട്ടിക്കും വിൻസിക്കും ആണ് കിട്ടിയത്. നടി വിൻസിക്കും
മമ്മൂട്ടിക്കുമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അടുത്ത JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? TV ചന്ദ്രനാണ്. നമ്മൾ JC ഡാനിയൽ അല്ലേ നമുക്ക് സിനിമ ആദ്യമായിട്ടൊക്കെ കാണിച്ചു തന്നത്, നമ്മൾ അത് TV-യിലല്ലേ കണ്ടത്, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ JC ഡാനിയൽ പുരസ്കാരം ആർക്ക് കിട്ടിയത്? TV ചന്ദ്രനാണ് കിട്ടിയത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ഒക്ടോബറിലാണ് നമ്മുടെ നോബൽ സമ്മാനം ഒക്കെ കൊടുത്തു തുടങ്ങിയല്ലേ. അപ്പൊ ഒക്ടോബറിൽ ഏതൊക്കെ പുരസ്കാരം കൊടുത്തു? CH രാഷ്ട്ര സേവാ പുരസ്കാരം, അത് ET മുഹമ്മദ് ബഷീറിനാണ് കിട്ടിയത്. CH രാഷ്ട്ര സേവാ പുരസ്കാരം ET മുഹമ്മദ് ബഷീർ. അടുത്ത എന്താണ്? നോബൽ പ്രൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പിയറി അഗസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, അനില ഹ്യൂലിയൻ എന്നിവർക്ക് എന്താണ്? ഫിസിക്സിന്, ഭൗതിക ശാസ്ത്രത്തിന് എന്താണ് നോബൽ സമ്മാനം കിട്ടി. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? പിയറിൽ നിന്ന് നമുക്ക് പയർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് തന്നെ കണക്ട് ചെയ്താലും മതി. പിയർ ഫ്രൂട്ടിനെ കണക്ട് ചെയ്യുക, പിയറിനെ അറിയാത്ത ഒരു പയർ എന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി പിയർ ഓഗസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ഫെറൻസിൽ നിന്ന് നമുക്ക് ഫ്രാൻസ് എന്ന് കണക്ട് ചെയ്യാം, ഫ്രാൻസ്. ഓക്കെ, ഇനി അനില ഒരു പെണ്ണല്ലേ, അത് നമുക്ക് അനിലെന്ന് തന്നെ വെക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്സിൽ ആർക്കൊക്കെ കിട്ടി ഇങ്ങനെ ഓർത്ത് വെക്കുക. എന്താണ്? നമുക്ക് ഫ്രാൻസിൽ ഓഗസ്റ്റില് പിയർ ഫ്രൂട്ടേ കിട്ടത്തുള്ളൂ, ആപ്പിള് കിട്ടില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ അനില പറഞ്ഞു. അനില പറയുകയാണ് ഫ്രാൻസിൽ ഓഗസ്റ്റില് പിയർ ഫ്രൂട്ടേ കിട്ടത്തുള്ളൂ, ആപ്പിള് കിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കും? ഫിസിക്സ് ആപ്പിളുമായിട്ട് ബന്ധമില്ലേ? നമ്മുടെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണോണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ എന്താണ്? അത് വെച്ചിട്ട് ഫിസിക്സിനെ കണക്ട് ചെയ്ത് വെക്കുക. പിയറിൽ നിന്ന് പിയർ അഗസ്റ്റിനെ കിട്ടും അല്ലെ, പിയറിൽ നിന്ന് ഓഗസ്റ്റിൽ നിന്ന് നമുക്ക് പിയർ അഗസ്റ്റിനെ കിട്ടും, ഫ്രാൻസിൽ നിന്ന് ഫെറൻസിനെ കിട്ടും. ബാക്കി എന്താണ്? അനില. ആരാണ് പറഞ്ഞത്? അനിലയാണ് പറഞ്ഞത്. കണക്ട് ചെയ്ത് വെച്ചാൽ ഫിസിക്സിന്റെ നോബൽ പ്രൈസ് നമുക്ക് സെറ്റ് ആവും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? കാതലിൻ കെരിക്കോ, ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്താണ്? വൈദ്യശാസ്ത്രത്തിലാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഈ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അല്ലേ, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പൊ മെഡിക്കൽ എൻട്രൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ മെഡിക്കൽ എൻട്രൻസിൽ ബുദ്ധിയുള്ളവർ കയറിക്കോ എന്ന് പഠിച്ചു വെക്കുക. എന്താണ്? മെഡിക്കൽ എൻട്രൻസിൽ ബുദ്ധിയുള്ളവർ കയറിക്കോ. അപ്പൊ എന്താണ്? ബുദ്ധിയുള്ളൊരു, വൈസ്മാൻ. ഓക്കെ, ഇവിടുന്ന് കണക്ട് ആയില്ലേ വൈസ്മാൻ? എന്താണ്? കാരിക്കോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് വേർഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മെഡിസിന് എന്താണ്? നോബൽ പ്രൈസ് കിട്ടിയവരെ കിട്ടും. ഓക്കെ അല്ലേ? അടുത്തത് CH മുഹമ്മദ് കോയ പ്രഥമ പുരസ്കാരമാണ്. അതിനു മുന്നേ നമുക്ക് നോബൽ പ്രൈസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? രസതന്ത്രത്തിന്റെ നോബൽ പ്രൈസ് ആണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? മൗങ്കിജി ബൊവേൻറ്റി. അടുത്ത എന്താണ്? ലൂയിസ് E ബ്രൂസ്. അടുത്ത അലക്സി ഐക്കിമോ എന്നിവർക്കാണ് എന്താണ്? രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അലക്സിന്റെ വണ്ടി രസമുള്ള ബസ് എന്ന് കണക്ട് ചെയ്ത് വെക്കുക. എന്താണ്? അലക്സിന്റെ വണ്ടി രസമുള്ള ബസ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അലക്സിൽ നിന്ന് അലക്സിയെ കിട്ടും. അലക്സിന്റെ വണ്ടി എന്താണ്? ബൊവെൻഡി. ഓക്കെ, ഒരു വാക്ക് പഠിച്ചു വെച്ചാൽ പോരെ. അടുത്ത എന്താണ്? രസമുള്ളിൽ നിന്ന് രസതന്ത്രം എന്ന് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ബസ്സിൽ നിന്ന് ബ്രൂസിനെ നമ്മൾ ഓർത്തെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രസതന്ത്രത്തിന് ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയത്? ആർക്കാണ്? യോൺ ഫോർസെക്കിനാണ് കിട്ടിയത്. അപ്പൊ സാഹിത്യത്തിനുള്ള നോബൽ ആർക്കാ കിട്ടിയത്? സാഹിത്യത്തിന് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ യോ വെക്കണം. ഓക്കെ, എന്താണ്? യോൺ ഫോർസെക്കിനാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ സ്ലൈഡിൽ മറ്റു രണ്ട് കണ്ടന്റ് കൂടെ നമുക്ക് നോക്കാം. എന്താണ്? CH മുഹമ്മദ് കോയ പ്രഥമ പുരസ്കാരം MA യൂസഫ് അലിക്കാണ് കിട്ടിയത്. CH മുഹമ്മദ് കോയ ആർക്കാണ്? MM യൂസഫ് അലിക്കാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് ഇറാനിയൻ വനിതാ ആക്ടിവിസ്റ്റ് നർഗീസ് മുഹമ്മദിക്ക് സമാധാനത്തിന്റെ നോബൽ പ്രൈസും കിട്ടി. ഓക്കെ, അപ്പൊ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയത്? അടുത്ത നോബൽ പ്രൈസ് ആണ്, ഞാൻ കണ്ടില്ലായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചേക്ക. ഓക്കെ, അപ്പൊ എന്താണ്? സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ആർക്കാണ്? നർഗീസ് മുഹമ്മദിക്കാണ്. നമ്മുടെ മുഹമ്മദ് നബി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എന്താണ്? സമാധാനം തരുന്ന ഒരാളല്ലേ, പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടൂലേ, അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എന്താണ്? മുഹമ്മദ് നബിയെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മുഹമ്മദിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ?
അടുത്ത നമ്മൾ പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ആർക്ക് കിട്ടിയെന്നാണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം? സാമ്പത്തികയിൽ നിന്ന് നമുക്ക് എന്താണ് സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കണക്ട് ചെയ്തൂടെ? എന്താണ് ഈ ഗോൾഡിനെ കണക്ട് ചെയ്യുക. അപ്പൊ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ക്ലൗഡിയ ഗോൾഡിനാണ് കിട്ടിയത്. അപ്പൊ ഗോൾഡും സമ്പത്തുമായിട്ട് കണക്ഷൻ ഇല്ലേ? അത് വെച്ച് നിങ്ങളങ്ങ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത കരൺ താപ്പറിനും രവീഷ് കുമാറിനും ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ആർക്കൊക്കെയാണ്? കരൺ താപ്പർ, രവീഷ് കുമാർ. ഓക്കെ അല്ലേ? അടുത്തത് ശിഹാബ് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആർക്കാണ്? സി രാധാകൃഷ്ണനാണ് കിട്ടിയത്. അടുത്ത ആർക്കാണ്? സി രാധാകൃഷ്ണന് ശിഹാബ് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് ലഭിച്ചത്. അടുത്തത് പ്രിയദർശിനി പ്രഥമ സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ടി പത്മനാഭനാണ് കിട്ടിയത്. എന്താണ്? പ്രിയദർശിനി പ്രഥമ സാഹിത്യ പുരസ്കാരം ടി പത്മനാഭനാണ് കിട്ടിയത്. അടുത്ത എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി? എസ് കെ വസന്തന് കിട്ടി. ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്? വസന്തനാണ് കിട്ടിയത്. ഓക്കെ. അടുത്ത സുകുമാർ അഴീക്കോട് പുരസ്കാരം. സുകുമാർ അഴീക്കോട് പുരസ്കാരം ഗോപിനാഥ് മുതുകാടിനാണ് കിട്ടിയത്. ആർക്കാണ്? ഗോപിനാഥ് മുതുകാടിനാണ് സുകുമാർ അഴീക്കോട് പുരസ്കാരം കിട്ടിയത്. അടുത്തത് ശങ്കര പത്മം പുരസ്കാരം ആർക്കാണ്? എം ടിക്കാണ് കിട്ടിയത്. എം ടി വാസുദേവൻ നായർക്കാണ് ശങ്കര പത്മം പുരസ്കാരം ലഭിച്ചത്. അടുത്ത കറണ്ട് അഫയേഴ്സ് എന്താന്ന് നോക്കാം. അടുത്ത എന്താണ്? ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അടുത്തത് മൊയ്ൻകുട്ടി വൈദ്യൻ അവാർഡ് ഇമ്പോർട്ടന്റ് ആണ്. മൊയ്ൻകുട്ടി വൈദ്യൻ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ആർക്കാണ്? വിളയിൽ ഫസീലയ്ക്കാണ് കിട്ടിയത്. മൊയ്ൻകുട്ടി വൈദ്യൻ. വൈദ്യൻ എവിടെയാണ്? വിളയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം വൈദ്യൻ വിള കണക്ട് ചെയ്ത് വെക്കുക. മൊയ്ൻകുട്ടി വൈദ്യൻ അവാർഡ് വിളയിൽ ഫസീലയ്ക്കാണ് കിട്ടിയത്. അടുത്ത അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ. അർജുന പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മുരളി ശ്രീശങ്കറിനാണ് കിട്ടിയത്. അർജുനന്റെ മുരളി ഉടുന്ന ആരാണ്? ശ്രീകൃഷ്ണൻ അല്ലേ? അപ്പൊ അർജുനനെയും ശ്രീകൃഷ്ണനെയും കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അർജുന പുരസ്കാരം ആർക്ക് കിട്ടി? മുരളി ശ്രീശങ്കറിന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്ക് കിട്ടി? ഇ വി രാമകൃഷ്ണന് കിട്ടി. ആർക്കാണ്? ഇ വി രാമകൃഷ്ണനാണ് കിട്ടിയത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2023 കൊടുത്ത അവാർഡുകൾ. അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലെ മുഴുവൻ അവാർഡുകളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഴുവൻ അവാർഡുകളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊരു നോട്ടിലായിട്ട് സോർട്ട് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെന്താണ്? ഇതേ കണക്ക് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും റിവിഷനും എല്ലാം നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ചാനലിന്റെ ഈ ഒരു ക്ലാസ്സിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിനകത്തും കൂടെ ജോയിൻ ആവുക. അപ്പൊ ഈ PPTയും എന്താണ് നമ്മുടെ ക്ലാസ് നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.